ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ ഡോക്ടർ സിനി സജീവ്. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് ശ്രീഹരി വരുന്ന ദിവസമാണ്. അപ്പോൾ ശങ്കരനും ഹസ്ബൻഡും കൂടെ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി എഗ്മൂറിലോട്ട് പോയി. ഞാൻ ആ സമയം കൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിച്ചണിലോട്ട് പോന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന്. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് എൻ്റെ ഫുഡ് ക്ലോസ് ചെയ്തതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ 4 മണി 4:30 ഫുഡ് ഞാൻ ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചായ കുടിച്ചാൽ മാത്രമേ ഒരു ജോലികൾ ചെയ്യാൻ വേണ്ടി ഒരു എനർജി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ അതിനുശേഷം നെയ്പ്പത്തിരിയാണ് ശ്രീഹരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം നെയ്പ്പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനാണ്. എന്നിട്ട് നെയ്പ്പത്തിരിയുടെ വെള്ളവും തിളക്കാൻ വെച്ചു, മുട്ടയും പുഴുങ്ങാൻ വെച്ചു. എന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് എൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ അരിപ്പൊടിയിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം, കുഴച്ചെടുക്കണം നന്നായിട്ട്. എന്നിട്ട് അത് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇത് നെയ്പ്പത്തിരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവനവിടെ ഹോസ്റ്റലിലായിരിക്കുമ്പോഴേക്കും മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 9 മണി ക്ലാസ് ആണെങ്കിൽ 8:45 എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് അങ്ങനെ ക്ലാസ്സിലേക്ക് ഓടുകയും ചെയ്യുന്നത്. പിന്നെ ലഞ്ച് ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി നൈറ്റ് ഡിന്നറും കഴിക്കും. അങ്ങനെയാണ് അവൻ്റെ സാധാരണ ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ അവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ അവന് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അരിപ്പൊടിയിൽ ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അതങ്ങനെ മൂടി വെക്കണേ ഒരു 10-15 മിനിറ്റ്. ആ സമയം കൊണ്ട് ഞാൻ ചായ ഇടയിലിടയിൽ കുടിച്ചുകൊണ്ടേ എൻ്റെ പണികൾ ചെയ്യും. എപ്പോഴും സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഈ പത്തിരിക്ക് ആവശ്യമുള്ളത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് പത്തിരിയുടെ മാവിൽ നമ്മളിടണം. പിന്നെ ഞാൻ മുട്ടക്കറിക്ക് ആവശ്യമായത് ചോപ്പറിലിട്ടിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചോപ്പറിലിട്ടൊന്ന് അരച്ചെടുത്തേ. പിന്നെ പത്തിരിയുടെ എണ്ണ തിളക്കാൻ വെച്ചിട്ട് എണ്ണ തിളച്ച് വരുമ്പോഴേക്കും നമ്മളതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതാക്കിയിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള മുട്ടക്കറിയുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം കൂടെ അടുത്ത പാനിൽ വഴറ്റിക്കൊണ്ട് വന്നു. ഞാൻ പത്തിരി സാധാരണ ഇങ്ങനെ പ്ലാസ്റ്റിക്കിലൊക്കെ വെച്ച് നിറയെ പേര് പരത്തുന്ന കാണാം. പക്ഷെ ഞാനിങ്ങനെ കയ്യിലെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. എനിക്കത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കയ്യിലെ പ്രസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇടുകയും ചെയ്യുന്നത്. പിന്നെ മുട്ടക്കറിയുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന പുറകെ നമ്മളതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടെ ഇട്ട് വഴറ്റണേ. അത് കഴിഞ്ഞിട്ട് അതിൽ തേങ്ങാപ്പാൽ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് തേങ്ങാപ്പാൽ അരിച്ച് അതിലൊഴിക്കണം. പാൽ തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് അങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. അതാണ് എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ജോലികളും ഒപ്പം തന്നെയാണ് കൊണ്ടുപോകുന്നത്. പത്തിരി ഉണ്ടാക്കുന്നതും മുട്ടക്കറിയുടെ പണികളും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ എല്ലാ ജോലികളും ഞാൻ അറ്റ് എ ടൈം എല്ലാ ജോലികളും 3-4 ഡിഷസ് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ കുക്കിങ് കുറച്ച് സമയം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഞാനിതിൽ വന്നിട്ട് ഇപ്പോൾ ഇനി തേങ്ങ വന്നിട്ട് അരച്ചിട്ട് നമ്മളതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട അങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ അതോടെ മുട്ടക്കറിയും റെഡിയാവും. ഇപ്പം നമ്മൾ പത്തിരി ആയി വരുന്നത് ഞാൻ അങ്ങനെ കാസറോളിലോട്ട് മാറ്റി വെക്കുവാണേ. അവർ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പണിയും ഉണ്ട് എനിക്ക്. അപ്പോൾ കുക്കിംഗ് മാത്രമാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കഴിയും. പക്ഷേ വീഡിയോ എടുക്കുന്നത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എഡിറ്റിംഗ് എനിക്കൊരു വലിയ പണിയുള്ള ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോവാണേ. അപ്പോൾ ഇവർ വരാൻ കുറച്ച് ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ ഒരു പീസ് മുട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിച്ചു കേട്ടോ.
അപ്പോൾ മുട്ടക്കറിയും നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ നെയ്യല്ല ഒഴിച്ചിരിക്കുന്നത്, എണ്ണയാണ്. ഇത് ശ്രീഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണ്. അവർ വരാൻ ഇനി അരമണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, ബൈ ബൈ.